ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. സാൻ ഫ്രാൻസിസ്കോയിൽ 13 ലക്ഷം വീടുകളിൽ വൈദ്യുതി മുടങ്ങി. വ്യവസായ മേഖല നിശ്ചലമായി. ശനിയാഴ്ച സാൻ ഫ്രാൻസിസ്കോയിലെ 13 ലക്ഷം വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും വ്യാപകമായ വൈദ്യുതി തടസ്സമുണ്ടായതായി പസഫിക് ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് കമ്പനി അറിയിച്ചു. വൈദ്യുതി മുടക്കം വടക്കൻ സാൻ ഫ്രാൻസിസ്കോയുടെ വലിയൊരു ഭാഗം പ്രദേശത്തെ ഇരുട്ടിലാക്കി. തുടക്കത്തിൽ റിച്ച്മണ്ട്, പ്രസിഡിയോ പ്രദേശങ്ങളിലാണ് വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടത്. ഉച്ചകഴിഞ്ഞ് ഗോൾഡൻ ഗേറ്റ് പാർക്കിന് സമീപമുള്ള പ്രദേശങ്ങൾ കൂടി വൈദ്യുതി മുടങ്ങി. 8-ാം സ്ട്രീറ്റിലെയും മിഷൻ സ്ട്രീറ്റിലെയും പസഫിക് ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് കമ്പനി സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തമാണ് ചില വൈദ്യുതി തടസ്സങ്ങൾക്ക് കാരണമെന്ന് അഗ്നിശമന ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈദ്യുതി തടസ്സത്തെക്കുറിച്ചുള്ള കാരണത്തെക്കുറിച്ച് അഭിപ്രായം തേടാനുള്ള അഭ്യർത്ഥനകളോട് PG&E ഉടൻ പ്രതികരിച്ചില്ല. ശനിയാഴ്ചത്തെ വൈദ്യുതി മുടക്കം നഗരത്തിലെ യൂട്ടിലിറ്റി കമ്പനിയുടെ ഉപഭോക്താക്കൾ ഏകദേശം 1/3 വരും. കടകളും റെസ്റ്റോറന്റുകളും കൂട്ടത്തോടെ അടച്ചിട്ടതായി സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. നഗരത്തിലുടനീളം കാര്യമായ ഗതാഗത തടസ്സങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് അറിയിക്കുകയും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ട്രാഫിക് സിഗ്നലുകളെ 4-വേ സ്റ്റോപ്പുകളായി കണക്കാക്കാനും താമസക്കാരോട് സാൻ ഫ്രാൻസിസ്കോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. വൈദ്യുതി തടസ്സം കാരണം ചില ബസ് സർവീസുകൾ ഒഴിവാക്കുകയാണെന്ന് നഗരത്തിലെ ഗതാഗത ഏജൻസികൾ അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ പവർ ഗ്രിഡ് സ്ഥിരപ്പെടുത്തിയെന്നും കൂടുതൽ ഉപഭോക്തൃ തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്നും PG&E പൗരന്മാരെ അറിയിച്ചു. വൈദ്യുതി പുനഃസ്ഥാപിക്കുമോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്ന് പവർ കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ ഗാർഹിക തൊഴിലാളികൾക്കുള്ള ശമ്പളം വേതന സുരക്ഷാ പദ്ധതി വഴി നൽകും. പുതിയ നിയമം ജനുവരി 1 മുതൽ പ്രാബല്യത്തിലാകും. വേതന സുരക്ഷാ പദ്ധതി നിയമമനുസരിച്ച് അംഗീകൃത പോർട്ടൽ വഴി ജീവനക്കാരുടെ ശമ്പളം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പരീക്ഷണാർത്ഥം ജൂലൈയിൽ ആരംഭിച്ച നിയമം ജനുവരി മുതൽ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും ബാധകമാകും. സുരക്ഷിത തൊഴിൽ അന്തരീക്ഷവും കൃത്യസമയത്ത് വേതനവും ഉറപ്പാക്കാനാണ് പദ്ധതി നിർബന്ധമാക്കിയതെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. സേവനാനന്തര ആനുകൂല്യവും അക്കൗണ്ട് വഴിയാണ് നൽകേണ്ടത്. പുതിയ നിയമം നടപ്പിലാക്കുന്നതോടെ ശമ്പള കുടിശ്ശിക പ്രശ്നത്തിനും പരിഹാരമാകും. പ്രവാസി തൊഴിലാളികളുടെ നിരന്തരമായുള്ള ആവശ്യമായിരുന്നു വേതന സുരക്ഷ ഉറപ്പാക്കണമെന്നത്. ജോലി ചെയ്തിട്ടും ശമ്പളം മുടങ്ങുന്ന പ്രശ്നത്തിന് പരിഹാരമാകുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഗാർഹിക തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടുത്ത വർഷം UAEയിൽ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കിത് സുവർണ അവസരം. UAEയുടെ തൊഴിൽ വിപണിയും സാമ്പത്തിക രംഗവും ഡിജിറ്റൽ യുഗത്തിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. മുമ്പുണ്ടായിരുന്ന ജോലികളായ നിർമ്മാണം, അക്കൗണ്ടന്റ്, ഹോട്ടൽ, സ്റ്റോർ കീപ്പർ തുടങ്ങിയവയ്ക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്രീൻ എനർജി, ഇ-കൊമേഴ്സ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് പുതിയ അവസരങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAEയിൽ കരിയർ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ഒരു നിർണായക വർഷം തന്നെയായിരിക്കും. UAEയിലെ തൊഴിൽ വിപണി ഇപ്പോൾ ഡിഗ്രിയേക്കാൾ കൂടുതൽ സ്കില്ലുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതിനാൽ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ലിങ്ക്ഡ്ഇൻ എന്നിവ നൽകുന്ന ഓൺലൈൻ കോഴ്സുകൾ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ്. കൂടാതെ UAEയിലെ 70% ജോലികളിൽ ലഭിക്കുന്നത് റഫറലുകൾ വഴിയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുമായി ലിങ്ക്ഡ്ഇൻ വഴി ബന്ധപ്പെടാം. UAEയിൽ ജോലി തേടിയെത്തുന്ന പ്രവാസികൾക്ക് വലിയ അവസരമാണ് കൈവരുന്നത്. ലോജിസ്റ്റിക്സ്, ഇ-കൊമേഴ്സ് കോഴ്സുകൾ കഴിഞ്ഞവർക്ക് UAEയിൽ എത്തിയാൽ തൊഴിലവസരം ഉറപ്പാണെന്ന് തൊഴിൽ വിപണിയിലെ വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നത് തടയാൻ കർശന നടപടികളുമായി കുവൈറ്റ്. നിയമനങ്ങളിലും പ്രൊമോഷനുകളിലും സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. സർക്കാർ സർവീസുകളിൽ വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നത് തടയാൻ കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകരിച്ച പുതിയ ഇലക്ട്രോണിക് ഫോം ഇനി മുതൽ നിർബന്ധമാക്കും. എല്ലാ സർക്കാർ ഏജൻസികൾക്കും വകുപ്പുകൾക്കും കമ്മീഷൻ തലവൻ ഡോക്ടർ ഇസാം അൽ റുബയ്യാൻ ഔദ്യോഗിക സർക്കുലർ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്ന ഔദ്യോഗിക തുല്യതാഭവുമായി പൊരുത്തപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രമേ ഇനി മുതൽ അംഗീകാരം നൽകുകയുള്ളൂ. നിയമനങ്ങളിലും പ്രമോഷനുകളിലും സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.